നമ്മുടെ എല്ലാ വാട്ടർ ബോഡീസിലും ഈ അക്കാന്തമീബയുടെ സാന്നിധ്യം ഉണ്ടാകാനുള്ള അവസരമുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറക്റ്റായിട്ടുള്ള സമയങ്ങളിൽ കിണർ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അതായത് ക്ലോറിനേറ്റ് ചെയ്യണം. ക്ലോറിനേറ്റ് ചെയ്യുന്നതിലൂടെ തന്നെ ഒരു പരിധി വരെ നമ്മുടെ അമീബയുടെ സാന്നിധ്യം നമുക്ക് കുറയ്ക്കാൻ കഴിയും. വേറൊന്ന്, ഈ നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പരിസ്ഥിതി മലിനീകരണ വിഭാഗത്തിൻ്റെ പഠനങ്ങളിൽ കണ്ടിട്ടുള്ളത് പല വാട്ടർ ബോഡീസിലും കിണർ ഉൾപ്പെടെ നമ്മളുടെ കോളിഫോം എന്ന് പറഞ്ഞാൽ ഈ കോളി എന്നൊക്കെ പറയുന്ന ബാക്ടീരിയയുടെ അളവ് കൂടുതലാണ്. ഈ കോളിഫോം കൗണ്ട് കൂടുതലാണെങ്കിൽ ഈ അമീബ ആക്ച്വലി ഭക്ഷിക്കുന്നത് ബാക്ടീരിയകളുടെയും ആൽഗയും ഫംഗസിനെയൊക്കെയാണ്. അപ്പം കോളിഫോം കൗണ്ട് കൂടുതലാണെങ്കിൽ അമീബയുടെ ഡെൻസിറ്റി, അതായത് ഒരു കുളത്തിൽ അല്ലെങ്കിൽ ഒരു കിണറിൽ ഉണ്ടാകുന്ന അമീബയുടെ എണ്ണത്തിൻ്റെ വർധന ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ക്ലോറിനേറ്റ് ചെയ്യുന്നതിലൂടെ കോളിഫോം കൗണ്ടും നമുക്ക് കുറയ്ക്കാൻ കഴിയും. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളുടെ ഈ സാനിറ്ററി ലാട്രിനും ഈ കിണറും തമ്മിലുള്ള ഡിസ്റ്റൻസൊക്കെ ഐഡിയലാണെന്ന് ആക്ച്വലി പരിശോധിക്കണം. പിന്നെ വേറെ മാലിന്യങ്ങളൊന്നും തന്നെ കിണറിലോട്ട് പോകുന്നില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്തേണ്ടി വരും.